ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുണ്ടാക്കുന്നത് സീഡ്സ് കൊണ്ടുള്ള ഒരു ലഡു ആണ്. അതായത് പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്, സെസമി സീഡ് ആൻഡ് സൺഫ്ലവർ സീഡ് വെച്ചിട്ടാണ്. ഇതിൽ പീനട്ട് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ലഡു ഒരു ദിവസം ഒന്ന് വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ഒക്കെയും നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡിൻ്റെ ഒപ്പം ആഡപ്പ് ആവും. സോ നമ്മൾ പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ശേഷം പംകിൻ സീഡ് ആയാലും ഇതിപ്പോൾ സൺഫ്ലവർ സീഡാണ് ഇതായാലും ഈവൻ എള്ളായാലും ഫ്ലാക്സ് സീഡ് ആയാലും നന്നായിട്ട് കടയിൽ നിന്ന് മേടിച്ച ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറാൻ വെച്ച ശേഷം ഇതുപോലെ അടികട്ടിയുള്ള ചീൻചട്ടിയോ പാത്രമോ എടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും, ഇതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ലോസ് ആവും. സോ ഓരോന്നായിട്ടും പംകിൻ സീഡ് ആദ്യം, പിന്നെ സൺഫ്ലവർ, അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പീനട്ടാണ്. പീനട്ടിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് വെക്കുമ്പോഴത്തേക്ക് റെഡിയായി എന്നറിയാം. എപ്പോഴെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊലിയൊക്കെ പൊട്ടണ ടക്ക് ടക്കുന്ന സൗണ്ട് വരും, പിന്നെ കളർ ചേഞ്ച് ഉണ്ടാവും, നല്ല വറുത്ത സ്മെൽ വരും, തൊലി അതിൻ്റെ ഇതിന്ന് ഇളകി വരും. അപ്പോൾ അത് റെഡിയായി എന്നാണ്. അപ്പോൾ ഈ സംഭവമൊക്കെ ഓരോന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ റോസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റി വെക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ഒരു മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ ഭയങ്കര ഫൈൻ പൗഡർ ആവേണ്ട ആവശ്യമില്ല, കുറച്ച് തരി തരിയുള്ള പോലെ എടുക്കുക. അങ്ങനെ ഞാൻ പ്രിഫർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ വറുത്ത ശേഷം കുറച്ച് സമയം വെച്ച് റൂം ടെമ്പറേച്ചർ വന്നതിന് ശേഷം അത് പൊടിച്ചെടുക്കുക. അല്ലെങ്കിൽ ചൂടോടെ ഇട്ട് പൊടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഈർപ്പം വന്നിട്ട് അത് പെട്ടെന്ന് കേടായി പോവും. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യം എള്ളാണ്. സെയിം ഇതിലോട്ട് തന്നെ നമ്മൾ എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കറുത്ത എള്ളാണ് കേട്ടോ ഉപയോഗിച്ചത്. കറുത്ത എള്ളിനാണ് കാൽഷ്യം കണ്ടൻറ്റ് കൂടുതലും, കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ആവശ്യം ഡേറ്റ്സ് ആണ്. മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് സോക്ക് ചെയ്ത് വെച്ച ശേഷം അതിനൊരു മിക്സി ജാറിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് തേങ്ങ കേട്ടോ. തേങ്ങ ഫാറ്റ് ഇഷ്യൂസ്, ഈ കൊഴുപ്പ് കാരണം പ്രശ്നമുള്ള ആൾക്കാരൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊരു ടേസ്റ്റിനും നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ ഈ തേങ്ങയിലുള്ള ഫാറ്റ് ഉണ്ടല്ലോ, അത് ഈ സീഡ്സിലുള്ള ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളിതും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്ക്. സോ ആ ഒരു പർപ്പസൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ തേങ്ങ ആഡ് ചെയ്യുന്നത്. തേങ്ങ ആഡ് ചെയ്താൽ ഷെൽഫ് ലൈഫ് കുറവാണ്, കൂടുതൽ സമയം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല, ഒരു 2 വീക്സ് ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ സീഡ്സും പൗഡർ ചെയ്തതൊക്കെ ഒരു വലിയ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ നന്നായിട്ടെല്ലാം യോജിപ്പിച്ചെടുക്കുക. കൈ കൊണ്ടാണെങ്കിലും സ്പൂൺ കൊണ്ടാണെങ്കിലും ഒട്ടും ഈർപ്പമില്ലാണ്ട് ചെയ്യണം. ഇനി ഞാനിതിലോട്ട് ഡേറ്റ്സ് പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. മാക്സിമം കൈ കൊണ്ട് നന്നായിട്ട് ഇതിപ്പോൾ യോജിപ്പിച്ചെടുക്കാം. ഈ പ്രോസസ്സിൻ്റെ എല്ലാ സ്റ്റെപ്പിലും വെള്ളം അതിലോട്ട് ടച്ച് ആവാത്ത രീതിയിൽ നന്നായിട്ട് നോക്കണേ. ഡേറ്റ്സ് പേസ്റ്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം ആറിയതേ ചേർക്കാൻ പാടുള്ളൂ. കുറേ കാലം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഒരു ലഡുവായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. സോ ബാക്കി വന്ന പൊടിയാണ് കേട്ടോ, നമ്മൾ ഡേറ്റ് പേസ്റ്റിനനുസരിച്ചിട്ട് നമ്മളത് ചേർത്തിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കുറേ ഹാർഡാവാൻ പാടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് സോഫ്റ്റ്നെസ് എങ്ങനെയാണ് വേണ്ടത് അതനുസരിച്ചിട്ട് ഡേറ്റ് പേസ്റ്റും പൗഡറും മിക്സ് ചെയ്തിട്ട് ഉരുട്ടി ലഡു പോലെ എടുക്കാം. ഈ പൊടി ഞാൻ റാഗി ഫിർണി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യും. ആ റെസിപ്പി എൻ്റെ ഓൾറെഡി ചാനലിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ നോക്കാം. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചേർക്കാം. അങ്ങനെയൊക്കെ ആ പൊടി സ്റ്റോർ ചെയ്യാൻ പറ്റും, കേടാകത്തില്ല. സോ എനിക്ക് 1 മന്തിനുള്ള സീഡ് ലഡു റെഡി ആയിട്ടുണ്ട്. PCOD ഉള്ള ആൾക്കാർക്കും ഹെയർ ഫോൾ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഡെയിലി ഒന്ന് വെച്ച് കഴിച്ചാൽ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഡെയിലി ഡയറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ലോണം വെള്ളം കുടിക്കുക ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം.